ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ബസ്സുകളുടെ ഓട്ടം ഉണ്ടല്ലോ, ഒരു എന്താ പറയുക, ഒരു വെകിളി പിടിച്ച ഓട്ടം. അത് ഞാൻ പലപ്പോഴും ഞാൻ എൻ്റെ നേരി കണ്ടിട്ടുള്ള സംഭവം തന്നെയാണ്. കാരണം ഈവൻ നമ്മുടെ തൃപ്പൂണിത്തറ, ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് വൺ വേ ആണ്. അന്നേരം അവിടുന്ന് പിന്നെ കിഴക്കേക്കോട്ടയിൽ നിന്ന് നമുക്ക് വടക്കേക്കോട്ട വഴി ബസ് ഇങ്ങോട്ട് വരും. പക്ഷെ ഒരിക്കലും ബസ് അങ്ങോട്ട് പോകില്ല. എൻ്റെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടെ ബസ് ഒരിക്കലും അങ്ങോട്ട് പോകില്ല. വൺ വേ ആണ് അവിടെ. അന്നേരം അവിടെ ദേവി ഹോസ്പിറ്റലൊക്കെ ഉള്ളതാണ്. അപ്പം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ബസ്സുകൾ തമ്മിൽ ഭയങ്കര, അതൊരു ഒരു അത്ര വിശാലമായ റോഡൊന്നുമല്ല. ഒരു ഞാൻ താമസിക്കുന്ന എൻ്റെ പഴയ ഫ്ലാറ്റിൽ അവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കയറി പോവാം, വൺ വേ ആയതുകൊണ്ട്. പക്ഷെ ബസ് അതിൽ പോകത്തില്ല. കാറും ഓട്ടോയും സ്കൂട്ടറും എല്ലാം അതിലിങ്ങനെ പോകാറുണ്ട്. ബസ് മാത്രം അതിൽ പോകില്ല. ബസ് ഇങ്ങോട്ട് മാത്രമേ വരത്തുള്ളൂ, അങ്ങോട്ട് പോകില്ല. അങ്ങനെ പലപ്പോഴും അതിലിങ്ങനെ നടന്ന് വരുന്ന സമയത്ത് ഈ ബസ് ഇങ്ങനെ ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. അവിടെ ഒരു സ്കൂളുണ്ട്, ഒരു ഗവൺമെൻറ്, അവിടുത്തെ നമ്മുടെ ഈ എന്താ പറയുക, പാലസ് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളുണ്ട്. അങ്ങനെ അതിൻ്റെ എൻ്റെ കട കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്കൂളുണ്ട്. അങ്ങനെ പല പല ആൾക്കാരും ഈ വഴി കൂടെ വേണം യാത്ര ചെയ്ത് അങ്ങോട്ട് പോകാനും വരാനും എല്ലാം. പക്ഷേ ഈ വഴി വരുമ്പോൾ ഭയങ്കര സമയത്ത്, ചില സമയങ്ങളിൽ ബസ്സുകൾ തമ്മിൽ ഈ ഫ്രണ്ടിലും ബാക്കിലുമായിട്ടാണ് ഈ ബസ്സുകൾ വരുന്ന സമയത്ത് ഭയങ്കര സ്പീഡിൽ വരികയും, അതുപോലെ എൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെ തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ലൈറ്റ് ഉണ്ട്. അത് പലപ്പോഴും പല ബസ്സുകാരും ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയത് ഞാൻ കണ്ടിട്ടുള്ള സംഭവം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടെന്ന് അറിയില്ല, ഈ ബസ്സുകാർക്ക് ഭയങ്കര ഈ മത്സര ഓട്ടമാണ്. അത് നമ്മുടെ എറണാകുളം ടൗണിൽ ചെന്നാലും നമുക്ക് കാണാം. ചില ബസ്സുകൾ നമ്മുടെ തൃപ്പൂണിത്തറ റോഡിലും നമുക്കത് കാണാൻ പറ്റും, മെയിൻ റോഡിലും. ഈ വൈറ്റില തൃപ്പൂണിത്തറ റോഡുണ്ടല്ലോ, മെയിൻ റോഡിൽ നമുക്ക് കാണാൻ പറ്റും. മിക്ക സമയങ്ങളിൽ കാറിൽ പോകുമ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ബസ്സുകൾ തമ്മിൽ ഇങ്ങനെ ഫാസ്റ്റായിട്ട് പോവുകയും മത്സര ഓട്ടം നടത്തുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറയേണ്ട കാര്യം ഒന്നാണ്, ഗവൺമെൻറ് നമ്മൾ ചില സംസ്ഥാനങ്ങൾ നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണും, അവിടുത്തെ ഗവൺമെൻറ് ബസ്സുകളാണ് അവിടുത്തെ പ്രൈവറ്റായിട്ടും പല സ്ഥലങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അവിടെ ഒരു നമ്മുടെ കേരളത്തിൽ കാണുന്നവർക്ക് ഒരു പ്രൈവറ്റ് ബസ്സോ അങ്ങനെയൊന്നും അവിടെ എങ്ങുമില്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ എവിടെ പോയാലും അവിടെ തമിഴ്നാട് ട്രാൻസ്പോർട്ടാണ് തീർച്ചയായിട്ടും നമുക്ക് കാണാം. ഓരോരോ നമ്പർ വെച്ചിട്ട് ഇന്ന സ്ഥലത്തോട്ട് പോകുന്ന രീതിയിലുള്ള ബസ്സുകളാണ് പല റൂട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ അങ്ങനൊരു റൂള് വരുന്നില്ല? നിങ്ങളെല്ലാവരും പത്രത്തിലൊക്കെ കണ്ടിരിക്കും, നമ്മുടെ KSRTC ഭയങ്കര നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത് നമ്മുടെ കേരള ഗവൺമെൻറ്റിലെ KSRTC ആ ഒരു കാര്യം ഇത് ഏറ്റെടുത്തിട്ട് എന്തുകൊണ്ട് ഈ ലോക്കൽ സർവീസ് അവർ ചെയ്യുന്നില്ല? അതിന് ഒരു വ്യക്തമായ ഒരു ധാരണ എന്തായാലും നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിൽ ഉറപ്പായിട്ടും വരണം. കാരണം പൊതുവെ ഈ പ്രൈവറ്റ് ബസ് അങ്ങ് ഒഴിവാക്കിയിട്ട് നമ്മുടെ എന്താ പറയുക, KSRTC ബസ് തന്നെ ഈ പ്രൈവറ്റ് ഓടുന്ന അതേ റൂട്ടിൽ തന്നെ ഓടാനുള്ള രീതികൾ ഇവിടുത്തെ ഗവൺമെൻറ് അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. കാരണം സ്കൂളിൽ പോകുന്നതായാലും വരുന്നതായാലും കുറേ കുട്ടികൾ ബസ് യാത്ര ചെയ്യുന്ന ആൾക്കാർ എത്രയോ പേരുണ്ട്. ഇപ്പം മെട്രോ ഉണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. എന്നാലും ചില സ്കൂളിൻ്റെ അടുത്തോട്ടൊന്നും മെട്രോ ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇതിനൊരു മുൻഗണന എടുത്തില്ലെങ്കിൽ ഇതിൻ്റെ നമ്മുടെ ഈ ട്രാൻസ്പോർട്ട് മന്ത്രിയാണ് ഗണേഷ് കുമാർ സാറെന്ന് പറയുന്നു. പിന്നെ പുള്ളിയാണ്. തീർച്ചയായിട്ടും പുള്ളിക്ക് ഇത് ഇങ്ങനൊരു കാര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിനോട് സംസാരിച്ച് ഇങ്ങനെ പ്രൈവറ്റ് ബസ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഗവൺമെൻറ് തന്നെ ബസ്സുകൾ നമുക്ക് ഈ റൂട്ടുകളെല്ലാം വിട്ട് ഓടുന്ന രീതിയിൽ സിസ്റ്റം വരുത്തണം. കാരണം അത് ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്നാണ്. ഇപ്പം ഈ ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരിയാണ്. തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. കാരണം ഒരിക്കലും ഈ പ്രൈവറ്റ് ബസ്സുകൾ ഭയങ്കര മരണവും വലിച്ചു വരുത്തും. അവർ തോന്നിയ കണക്കാണ് അവർ ബസ് ഓടിച്ച് വരുന്നത്. അവർ തോന്നിയെടുത്ത് കൊണ്ടുവന്ന് ബസ് നിർത്തി ആൾക്കാരെ കയറ്റും, ആൾക്കാരെ ഇറക്കി വിടും. ആ ഒരു സമ്പ്രദായത്തിലാണ് ഇന്ന് മിക്ക ബസ്സുകളും നമ്മൾ കണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചില സമയത്ത് ബസ്സുകൾ വഴിയിലൊക്കെ നിർത്തും, എന്നിട്ട് ഇതിന് പുറവിന് വേറെയുള്ള വണ്ടികൾ ഇവർ അവിടെ ബ്ലോക്ക് ആകുകയാണ്. പ്രത്യേകിച്ച് ഈ തൃപ്പൂണിത്തറ വടക്കേക്കോട്ട വൺ വേ ഉള്ള സ്ഥലത്ത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു മനുഷ്യൻ ശ്രദ്ധിച്ച് നടന്നു പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു വണ്ടിയുടെ അടിയിൽ പോകുന്ന രീതിയാണ് അവിടുത്തെ ആ റൂട്ടിൽ വരുന്ന ബസ്സുകൾ കാണിച്ചു കൂട്ടുന്ന പ്രവർത്തികൾ. അത് എനിക്ക് തന്നെ പേടിയാണ് അതിൽ നടന്നു വരാൻ.
കാരണം എനിക്ക് എപ്പോഴും ടെൻഷനാണ്. എൻ്റെ മോന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമ്പോൾ അതിങ്ങനെ ബസ് വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടി വരും. കാരണം പലപ്പോഴും നമ്മൾ തൊട്ടില്ലാത്ത രീതിയിലാണ് ബസ് ഇങ്ങനെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും എനിക്കത് അനുഭവം വന്നിട്ടുള്ളതാണ്. എനിക്കും പേടിയാവും. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യത്തിൽ ഈ പ്രൈവറ്റ് ബസ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഇതിൻ്റെ KSRTC ബസ് തന്നെ ലോക്കൽ ഓട്ടവും കാര്യങ്ങളും ചെയ്യുന്നാലും അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഓരോ സമയത്തിന് ഇന്ന സമയം വെക്കുക ബസ്സുകൾക്ക്. അല്ലാതെ ഈ ഒരേ ടൈം 2 ബസ് ഒരുപോലെ ഓട്ടിച്ചു കൊണ്ടുവന്ന് മനുഷ്യൻ്റെ ജീവനിൽ ആപത്ത് വരുത്താതെ എല്ലാ ബസ്സുകൾക്കും ഒരു ടൈം കീപ്പ് ചെയ്ത് പോവുക. ആ കീപ്പ് ചെയ്തനുസരിച്ചായിരിക്കുമല്ലോ ഈ മനുഷ്യർ വീടുകളിലായാലും ഇറങ്ങുന്നത്. സ്കൂളിൽ പോകാനും ആ ടൈം നോക്കി ആൾക്കാർ ഇറങ്ങുമല്ലോ, കോളേജിൽ പോകാനാണെങ്കിലും. അത് ആ ഒരു റൂള് നമ്മുടെ ഗണേഷ് കുമാർ സാർ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. ഈ മത്സരിച്ചോടുന്ന ബസ്സുകളെ സ്റ്റോപ്പ് ചെയ്യണം. എത്രയും പെട്ടെന്ന് ലൈസൻസേ കട്ട് ചെയ്ത് കളയുക. ഞാൻ നോക്കിയിട്ട് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്നത്. വേറെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ്സുകൾ ഉള്ളത് കേരളത്തിൽ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസവും. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ ഇതിനൊരു ഉചിതമായ തീരുമാനം എടുത്താൽ അത്രയും ബെറ്റർ ആയിരിക്കും. ചിലത് ബസ് വിടുന്നതിന് മുമ്പ് കയറുന്നതിന് മുമ്പ് തന്നെ ബെല്ലടിച്ച് ബസ് മുന്നോട്ട് പോകും. വെച്ചാൽ മത്സരമായിട്ട് അടുത്ത സ്റ്റോപ്പിൽ ചെല്ലാൻ അടുത്ത ആളിനെ കെട്ടണം. ഈ കയറുന്ന ആൾക്കാരുടെ ജീവൻ ഇവരുടെ കയ്യിലാണെന്ന് ഇവർക്ക് ഒരു ചിന്തയില്ല. ബെല്ലങ്ങ് അടിക്കും, അങ്ങ് പോയി ചിലപ്പോൾ ആ കയറുന്ന ആൾക്കാരെ മറിഞ്ഞ് വെച്ച് നിലത്ത് വീഴാൻ അപകടം പറ്റും. അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അവർ അങ്ങോട്ട് കാലെടുത്തോട്ട് വെക്കേണ്ട അപ്പം തന്നെ ഒരു മണേടിയാണ്. അപ്പം തന്നെ ഒരാളുടെ കാല് പുറത്തും ഒരാളുടെ കാല് അകത്തുമായിരിക്കും. അപ്പം ദേ കട. പിന്നെ ഈ അപകടം വന്നു കഴിഞ്ഞ് നാട്ടുകാരെല്ലാം കൂടെ ചെന്ന് ബസ് ഓടിക്കുന്ന ആൾക്കാർ തല്ലിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ നിർത്തേണ്ടത് നമ്മുടെ ഗവൺമെൻറ് വിചാരിച്ചിട്ടാണ് ഇത് നിർത്തേണ്ടത്. ഇങ്ങനെ മത്സരമായിട്ട് ബസ് ഓടിക്കുന്ന ആൾക്കാരെയൊക്കെ ലൈസൻസ് കട്ടാക്കുകയും ഇല്ലെങ്കിൽ അവർക്ക് ലൈസൻസ് വീണ്ടും റിന്യൂവൽ ചെയ്ത് കൊടുക്കാതിരിക്കും. ഈ പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന അതിൻ്റെ ഓണറുടെ പേർക്കായിരിക്കും അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ. ഈ ഡ്രൈവർക്ക് മാത്രം ഡ്രൈവിംഗ് ലൈസൻസേ കാണത്തുള്ളൂ. ഈ റോഡിൻ്റെയൊക്കെ ലൈസൻസ് തീർച്ചയായിട്ടും എൻ്റെ ഓണറുടെ പിറകെ തീർച്ചയായിട്ടും ആ ലൈസൻസ് കട്ട് ചെയ്യുക. കട്ടിട്ട് പിന്നെ ആ ബസ് നിർത്തണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പം ഇവരൊക്കെ എന്ത് സമരം ചെയ്താലും പിന്നെ ഈ ബസ്സുകളൊക്കെ ഈ റൂട്ടിൽ തന്നെയാണ് ഓടുന്നത്. അല്ലാതെ ഒരിക്കലും ഓടാതെ എങ്ങും പെരക്കകത്ത് കയറിയില്ല കട്ടപ്പുറത്തൊന്നും ഇരിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ നമ്മൾ വീണ്ടും കാണണം. ഓരോ കാര്യങ്ങൾ ബസ് കൊണ്ട് ഇടിക്കുന്നതും ഒരാൾക്കാർ വീണ് മരിക്കുന്നതൊക്കെ നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടേ ഇരിക്കണം. അതുകൊണ്ട് പറയുകയാണ് എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഈ ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ സമ്പ്രദായം നമ്മുടെ ഈ കേരളത്തിൽ നിർത്തിയിട്ട് ഗവൺമെൻറ് KSRTC ബസ് ഭയങ്കര നഷ്ടത്തിൽ ഓടുന്നതെന്നാണ് ഗണേഷ് കുമാറൊക്കെ പല ആൾക്കാരും പറഞ്ഞ് എനിക്ക് കേട്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതൊക്കെ നിർത്തിയിട്ട് ഈ നമ്മുടെ KSRTC തന്നെ ഈ പ്രൈവറ്റ് ബസ്സിന് പകരം ഓടട്ട്. അതിലെന്താ തെറ്റുള്ളത്? അതിനൊക്കെ ഒരു സമയവും ക്രമവും കാലം വെക്കുമ്പോൾ ഈ ലോകത്ത് മരണങ്ങളും കുറയും. ഈ വഴിയിൽ കൂടെ പോകുന്ന ആൾക്കാരുടെ അപകടം ഉണ്ടാകുന്ന ആ ഒരു ദുരന്തവും കുറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പല ആൾക്കാരും ബസ് ഇടിച്ചും അങ്ങനെയൊക്കെ മരിക്കണ പല കാര്യം നമ്മൾ ഇനി അഗെയിൻ കണ്ടുകൊണ്ടേയിരിക്കും. ഇപ്പോൾ തന്നെ ദുബായിൽ അവിടെയൊക്കെ അവിടുത്തെ ഗവൺമെൻറ് ബസ് മാത്രമല്ല പ്രൈവറ്റ് ബസ്സൊന്നും അവിടെ ഓടാറില്ല ആ നാട്ടിൽ. ഞാൻ ദുബായിൽ കുറേ വർഷം ജീവിച്ച ലേഡിയാണ്. ഞാൻ ഒരിക്കലും ഒരു പ്രൈവറ്റ് ബസ് അതിൽ ഓടുന്ന കാണത്തില്ല. അവിടെ ഗവൺമെൻറ് ബസ്സാണ് ഓടുന്നത്. അതിന് കാർഡ് കൊണ്ട് കുത്തുക, അങ്ങ് കയറി പോവുക, അവിടെ ഇറങ്ങുക. അതുപോലെ തന്നെ ഇവിടെയും ചെയ്താൽ എന്താണ് എന്തെങ്കിലും അതിലുണ്ട് കണ്ടക്ടറും അതിനൊക്കെ ബസ് ഓടിക്കുന്ന ആളും. പിന്നെ ബെല്ലടിക്കാൻ ആളതിനകത്തില്ല. അത് കിളിയെന്ന് കണ്ട് പറയല്ലോ, അത് അവിടെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ ദുരന്തം തന്നെയാണ് ഈ പ്രൈവറ്റ് ബസ്സുകൾ കാണിക്കുന്നത്. കാരണം ദുരന്തം എന്ന് പറഞ്ഞാലും പോരാ, അതിനപ്പുറത്താണ്. ഒരു മനുഷ്യൻ്റെ ജീവിതം ഒരു നിമിഷം ഇല്ലാതാക്കുന്ന പ്രൈവറ്റ് ബസ്സുകാർ നടത്തും. കാരണം അവർ അടിച്ച് കീറി അങ്ങ് വരും. വന്നു കഴിഞ്ഞാൽ തീർന്ന് പേടിയാവും. നമ്മളിത് വരുന്ന കാണുമ്പോൾ നമുക്ക് പേടിയാവും. ഇത് നമ്മുടെ ദേഹത്താണല്ലോ ഒഴിച്ചു തരണം. അതങ്ങനെ നമ്മൾ കാറുകളിൽ പോയാലും കാണാം, ഇവർ നമ്മുടെ ബാഗിൽ കിടന്ന് പൊപ്പ അങ്ങ് അടിയാണ്. പലപ്പോഴും ഞങ്ങളുടെ വണ്ടിയുടെ ഞങ്ങൾ ഒതുക്കി കൊടുക്കത്തില്ല. കാരണം എന്തിനാണ്? പതിയെ പോയാൽ മതി. അങ്ങ് കിടന്നങ്ങ് ശബ്ദമാണ്, അങ്ങ് ഹോണടിയാണ്. കാരണം അതിന് മുമ്പിൽ പല വണ്ടികൾ കാണാം. അവർ പോയാലേ നമുക്ക് കയറി പോകാൻ പറ്റത്തുള്ളൂ. ഇത് അവർക്ക് അവിടെ ഇരുന്ന് ആ ബസ്സിലിരുന്ന് കാണാം ഫ്രണ്ടിലോട്ട് എത്രത്തോളം വണ്ടികൾ നിരന്ന് കിടപ്പുണ്ടെന്ന്. അതൊന്നും അവർക്ക് മൈൻഡല്ല. ഈ ഡ്രൈവർ ഇരുന്ന് പോന്ന് അടിയാണ്. ഇങ്ങനെ അനാവശ്യമായി ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ ഡ്രൈവിംഗ് ലൈസൻസ് കട്ട് ചെയ്യാനുള്ള ഒരു നിയമവും കൂടെ വരണം. അല്ലാതെ ഈ മദ്യപിച്ച് പിടിച്ചുകൊണ്ട് പോകുന്നതും ഒന്നുമല്ല. ഇങ്ങനെയുള്ള ആൾക്കാരെയും കൂടെ ഒരു നിയമത്തിൽ ഇവർ ലൈസൻസ് കട്ടാക്കുന്ന രീതിയിലുള്ള ഒരു നിയമവും കൂടെ നമ്മുടെ ഈ കേരളത്തിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ നമ്മൾ പിന്നെയും പല ആപത്തുകൾ ചെന്നുപെടും. കാരണം ഈ വാഹന അപകടമൊക്കെ ശരിക്കും നമ്മൾ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് പല രീതിയിൽ ബസ് ചെന്ന് ഇടിച്ച് കയറുക. അന്നേരം ഈ പ്രൈവറ്റ് ബസ്സുകാരാണ് ഇതിൽ മുൻഗണന നിൽക്കുന്നത്. ഈ മത്സര ഓട്ടം
ചില റൂട്ടുകളിൽ ഇവർക്ക് നേരത്തെ അങ്ങ് വെപ്രാളപ്പെട്ട് ചെന്നില്ലെങ്കിൽ ബസ്സിൽ ഇഷ്ടമുള്ളവർ കയറി പോന്നേ പൊയ്ക്കോട്ടെ. എന്തിനാണ് ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നത് ഇവർ? എന്ത് കാര്യത്തിലാണ്? അതാണ് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്ത ചില സമയത്ത്. ഇങ്ങനെ പോപ്പ അടിച്ച് വേറുള്ള ബസ്സുകളുടെ പുറകെ 2 ബസ് ഒരുമിച്ചൊക്കെയാണ് ഇങ്ങനെ ഈ സൗണ്ട് വെച്ചോണ്ട് പോകുന്നത്. നമ്മൾ കേൾക്കുമ്പോൾ ഇറിറ്റേഷനാവും. ചില സമയം പേടിച്ചു നമ്മുടെ കാറിൻ്റെ അടുത്തോടൊക്കെ ഇങ്ങനെ ഇവർ പോകുന്ന കാണുമ്പോൾ. അപ്പോൾ പറയാം, നമ്മൾ ഈ ലോകത്ത് എല്ലാവരും കാറും ഇതിലും സഞ്ചരിക്കുന്നതല്ല, സാധാരണ മനുഷ്യരെല്ലാവരും നമ്മൾ ബസ്സിൽ, ഞാനും ബസ്സിൽ കയറി. പക്ഷെ ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യാറില്ല. കാരണം എനിക്ക് പേടിയാണ്. കാരണം ചെന്ന് കയറി കഴിഞ്ഞ് മണ്ണടിച്ചിട്ടുള്ള വീണ് കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോകുന്നതല്ല, വേറെ ഒരു മിച്ചവും കാണത്തില്ല. ഇവർ നമ്മൾ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായതാണ്. ഞാൻ കാലെടുത്ത് ബസ്സിനകത്ത് വെക്കുന്നതിന് മുമ്പേ മണിയടിച്ചു. ഞാൻ തെറിച്ചതിനകത്ത് തന്നെ വീണ്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ വലിയൊരു ആപത്തിൽ ചെന്ന് നമ്മുടെ നടു കുളിക്ക്, നമ്മുടെ പുറ കുളിക്ക് നമ്മൾ വീണ് കിടക്കുന്നത്? അതിന് ആവശ്യമുണ്ട്. അതിൽ ഈ ബസ്, ഈ പ്രൈവറ്റ് ബസ് ഓടുന്നതിന് തെറ്റോ കാര്യങ്ങളോ അല്ല. അവർക്ക് കറക്റ്റായിട്ടൊരു സമയം നിശ്ചയിക്കുക. ഒരേ റൂട്ടിൽ ഒരേ ടൈമിൽ 2 ബസ് ഓടിക്കാതിരിക്കുക. ഒറ്റ ബസ്, അതിന് എങ്ങനെ എവിടുന്ന് വരുന്നതായാലും ഒറ്റ ബസ് ഒരേ ടൈമിൽ ആ ഒറ്റ ബസ്സേ ഓടിക്കാളൂ. അല്ലാതെ ഈ 2 ബസ്സിനും കൂടെ ഒരേ ടൈമിൽ ഓരോ റൂട്ടിൽ കൊടുക്കുമ്പോൾ അപ്പോഴാണ് ഈ മത്സരഓട്ടം വരുന്നത്. അപ്പോഴാണ് ഈ മനുഷ്യരുടെ ഈ മരണസംഖ്യ കൂടുന്നത്. ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. അതുപോലെ ഗണേഷ് കുമാർ സാറിനോട് ഇതാണ് പറയാനുള്ളത്. ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള പ്രൈവറ്റ് ബസ് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് KSRTC തന്നെ ഇങ്ങനെയുള്ള ലോക്കൽ ഓട്ടങ്ങൾ എടുക്കുക. നമുക്ക് ഈ KSRTCയുടെ ആ ഒരു പ്രശ്നം മാറും. ഈ ലോകത്തെ എല്ലാ മനുഷ്യരും യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ ആണല്ലോ. ആരും കാറിലും ബൈക്കിലും ഇല്ലെങ്കിൽ ഇതിലും പോകില്ല. ബസ്സിലും യാത്ര ചെയ്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇന്ന്. അപ്പം ഇതാണ് എനിക്കിന്ന് ഇത് പറയാനുള്ളത്. ഈ ബസ്സുകാരുടെ ഈ മരണപ്പാച്ചിൽ അങ്ങ് നിർത്തുക. ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന പോലുള്ള രീതി അതങ്ങ് നിർത്തുക. എല്ലാത്തിനും ഒരു കൃത്യസമയം വെച്ച് കൊടുത്ത് ഇവർ നിയമത്തിലോട് ഇവരൊക്കെ ഇവരൊക്കെ ചർച്ച ചെയ്താലും ഇത് എനിക്കൊരു ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ കാണുന്നതാണ് ഈ ചർച്ചയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവർ പണിമുടക്കുക. പണ്ടൊക്കെ ഇവർ പണം മുടക്കിയ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇവർ പണം മുടക്കിയ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം ഇപ്പോൾ എല്ലാ വീടുകളും വണ്ടിയും കാര്യങ്ങളും ഉണ്ട്, ഇല്ലെങ്കിൽ മെട്രോ ഉണ്ട്. അതൊന്നും വലിയ പ്രശ്നമല്ല. ഇവർ ഈ പറയുന്ന കാര്യങ്ങൾക്ക് എല്ലാവരും വളം വെച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ കൂടുന്നത്. കാരണം ലൈസൻസ് കട്ട് ചെയ്യേണ്ട സമയത്ത് തന്നെ ലൈസൻസ് കട്ട് ചെയ്യും. ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നൊരു കാര്യം തെളിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ ലൈസൻസ് കട്ട് ചെയ്യാം. ഗണേഷ് കുമാർ സാറിന് തീർച്ചയായിട്ടും പറ്റും. സാറിൻ്റെ റൂട്ടിൽ മാത്രമല്ല വണ്ടികൾ ഓടേണ്ടത്, കേരളത്തിലെ എല്ലാ വണ്ടികളും ഓടണം. അപ്പോൾ സാറ് അതും കൂടെ ഒന്ന് തീരുമാനിച്ചാൽ കൊള്ളാം. സാറിൻ്റെ റൂട്ടിലെല്ലാം കറക്റ്റ് സാധനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ KSRTC ബസ് നല്ല രീതിയിൽ പോകുന്ന രീതിയിൽ ഒരു സിസ്റ്റം കൊണ്ടുവരിക. അത് ഏറ്റവും നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം വേറൊരു കാര്യമായിട്ട് ഉടനെ തന്നെ വരാം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കും. ഓക്കെ, ബൈ ബൈ, ടാറ്റ.